അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വളരെയധികം ഉപകാരപ്പെടുന്നതാണല്ലോ അറബി ഭാഷ സംസാര പഠനം. അറബിക് സംസാര ഭാഷ പഠിക്കാൻ താല്പര്യമുള്ള പല നല്ല സുഹൃത്തുക്കളുടെയും നല്ല അഭിപ്രായം മാനിച്ച് ഈ 3 മുൻ ക്ലാസ്സുകളിലെ ഇൻട്രോകളും ഒഴിവാക്കിയുള്ള ഇന്നത്തെ ഈ പുതിയ മിക്സ്ഡ് അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കാർക്കും ഇന്ന് പുതിയൊരു ഫോൺ കിട്ടുക എന്നത് വലിയ സന്തോഷമാണ് അല്ലേ? നമ്മൾ നമ്മുടെ കൂട്ടുകാരോടത് വിളിച്ച് പറയുകയും ചെയ്യും. എനിക്കിന്ന് പുതിയൊരു ഫോൺ കിട്ടി, എനിക്കിന്ന് പുതിയൊരു ഫോൺ കിട്ടി. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിനിൽ യൗം, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിനിൽ യൗം, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിനിൽ യൗം. I got a new phone today, I got a new phone today. എനിക്കിന്ന് പുതിയൊരു ഫോൺ കിട്ടി. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിനിൽ യൗം, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിനിൽ യൗം. I got a new phone today. എനിക്കിന്ന് പുതിയൊരു ഫോൺ കിട്ടി. ഇനി ഈ ഫോൺ കിട്ടിയത് ഇന്നല്ല, ഇന്നലെയാണ്. ഇന്നലെ എനിക്ക് പുതിയൊരു ഫോൺ കിട്ടിയെന്ന് നമ്മുടെ കൂട്ടുകാരോട് എങ്ങനെ അറബിയിൽ പറയും? എനിക്ക് ഇന്നലെ പുതിയൊരു ഫോൺ കിട്ടി. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ അംസ്, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ അംസ്, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ അംസ്. I got a new phone yesterday, I got a new phone yesterday. എനിക്ക് ഇന്നലെ പുതിയൊരു ഫോൺ കിട്ടി. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ അംസ്, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ അംസ്. I got a new phone yesterday. അല്ല, ഇന്നോ ഇന്നലെയോ അല്ല, എനിക്ക് മിനിഞ്ഞാന്ന് ഒരു പുതിയ ഫോൺ കിട്ടി. എനിക്ക് മിനിഞ്ഞാന്ന് പുതിയൊരു ഫോൺ കിട്ടിയെന്ന് അറബിയിൽ കൂട്ടുകാരോട് എങ്ങനെ പറയും? ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഖബ്ല അംസ്, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഖബ്ല അംസ്. ഖബ്ല അംസ് മിനിഞ്ഞാന്ന്, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഖബ്ല അംസ്. I got a new phone before yesterday, I got a new phone before yesterday. എനിക്ക് മിനിഞ്ഞാന്ന് പുതിയൊരു ഫോൺ കിട്ടി. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഖബ്ല അംസ്, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഖബ്ല അംസ്. I got a new phone before yesterday. അല്ല, എനിക്ക് മിനിഞ്ഞാന്നല്ല ഫോൺ കിട്ടിയത്, ഈ ആഴ്ചയിലാണ് പുതിയ ഫോൺ കിട്ടിയത് എന്നാണ് കൂട്ടുകാരനോട് പറയേണ്ടത് അറബിയിൽ. എനിക്ക് ഈ ആഴ്ച പുതിയൊരു ഫോൺ കിട്ടി. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദൽ ഉസ്ബൂ, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദൽ ഉസ്ബൂ, ഹാദൽ ഉസ്ബൂ ഈ ആഴ്ച. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദൽ ഉസ്ബൂ. I got a new phone this week, I got a new phone this week. എനിക്ക് ഈ ആഴ്ച ഒരു പുതിയ ഫോൺ കിട്ടി. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദൽ ഉസ്ബൂ, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദൽ ഉസ്ബൂ. I got a new phone this week. ഈ ആഴ്ചയല്ല, ഈ മാസം. എനിക്ക് ഈ മാസം ഒരു പുതിയ ഫോൺ കിട്ടി. എനിക്ക് ഈ മാസം ഒരു പുതിയ ഫോൺ കിട്ടിയെന്ന് അറബിയിൽ എങ്ങനെ പറയും? ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദ ഷഹർ, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദ ഷഹർ, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദ ഷഹർ, ഹാദ ഷഹർ ഈ മാസം. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദ ഷഹർ. I got a new phone this month, I got a new phone this month. എനിക്ക് ഈ മാസം ഒരു പുതിയ ഫോൺ കിട്ടി. ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദ ഷഹർ, ഹസൽതു അല ഹാത്തിഫിൻ ജദീദിൻ ഹാദ ഷഹർ. I got a new phone this month. എനിക്ക് ഈ മാസം ഒരു പുതിയ ഫോൺ കിട്ടി. നമ്മൾ ആരുടെയും എന്തൊരു സാധനവും എടുക്കുമ്പോൾ അതിൻ്റെ ഉടമയുടെ അനുവാദം ചോദിച്ചിരിക്കണം. ഉദാഹരണം, ഞാൻ താങ്കളുടെ ഈ പുസ്തകം എടുത്തോട്ടെ, ഞാൻ താങ്കളുടെ ഈ പുസ്തകം എടുത്തോട്ടെ. നമുക്കിതൊന്ന് അറബിയിൽ പറഞ്ഞു നോക്കാം. അയുംകിനുനി അഖുദു കിതാബക ഹാദ, അയുംകിനുനി അഖുദു കിതാബക ഹാദ, അയുംകിനുനി അഖുദു കിതാബക ഹാദ. മേ ഐ ടേക്ക് യുവർ ദിസ് ബുക്ക്, മേ ഐ ടേക്ക് യുവർ ദിസ് ബുക്ക്. ഇനി നമുക്ക് ഇതേ ശൈലിയിലുള്ള മറ്റൊരു ചോദ്യം ഒരു പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ എന്ത് വ്യത്യാസം വരുത്തണമെന്ന് നോക്കാം. ഞാൻ താങ്കളുടെ ഈ പേന എടുത്തോട്ടെ,
ഞാൻ താങ്കളുടെ ഈ പേന എടുത്തോട്ടെ. അയുംകിനുനി അഖ്ദു ഖലമകി ഹാദാ, അയുംകിനുനി അഖ്ദു ഖലമകി ഹാദാ, അയുംകിനുനി അഖ്ദു ഖലമകി ഹാദാ, മേ ഐ ടേക്ക് യുവർ ദിസ് പെൻ, മേ ഐ ടേക്ക് യുവർ ദിസ് പെൻ. ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത് അറബി ഭാഷയിൽ ചോദിക്കുന്നയാൾ പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും അയുംകിനുനി, അയുംകിനുനി എന്ന ശൈലിയും ചോദിക്കപ്പെടുന്നയാൾ അഥവാ നമ്മൾ ആരോടാണോ ചോദിക്കുന്നത് അയാൾ പുരുഷനാണെങ്കിൽ ഖലമക, ഖലമക എന്നും സ്ത്രീയാണെങ്കിൽ ഖലമകി, ഖലമകി എന്ന ശൈലിയുമാണ് സ്വീകരിക്കേണ്ടത്. ഇതിനു മറുപടിയായി കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പുരുഷനോടാണെങ്കിൽ നമ്മൾ പറയും ശരി എടുത്തോളൂ, ശരി എടുത്തോളൂ. ഇത് അറബിയിലാണെങ്കിൽ എങ്ങനെ പറയണം? ഫദ്ദൽ എന്നോ തഫദ്ദൽ എന്നോ പറയാം. ഫദ്ദൽ, തഫദ്ദൽ, ഫദ്ദൽ, തഫദ്ദൽ. ഓക്കെ എന്നുള്ള അർത്ഥം ഓക്കെ. ഇനി ഈ മറുപടി പറയുന്നത് ശരി നീ എടുത്തോളൂ, ശരി നീ എടുത്തോളൂ എന്ന് ഒരു സ്ത്രീയോടാണ് പറയുന്നതെങ്കിലോ ഫദ്ദലി, ഫദ്ദലി എന്നോ തഫദ്ദലി, തഫദ്ദലി, ഫദ്ദലി, തഫദ്ദലി എന്നോ ആണ് പറയേണ്ടത്. അർത്ഥം ഓക്കെ, ഓക്കെ എന്ന് തന്നെ. എപ്പോഴും എവിടെയും പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് നാടുകളിൽ ധാരാളമായി അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു ചോദ്യമാണ് നിനക്കിപ്പോൾ എന്താണ് വേണ്ടത്, നിനക്കിപ്പോൾ എന്താണ് വേണ്ടത്. അറബിയിൽ ഇതെങ്ങനെയാണ് ചോദിക്കുന്നത്? മാദാ തബ്ഗൽ ഹീൻ, മാദാ തബ്ഗൽ ഹീൻ, മാദാ തബ്ഗൽ ഹീൻ, വാട്ട് ഡിഡ് യു വാണ്ട് നൗ, വാട്ട് ഡിഡ് യു വാണ്ട് നൗ, നിനക്കിപ്പോൾ എന്താണ് വേണ്ടത്. മറുപടിയായി ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ പറയാം, എനിക്ക് ഒരു കപ്പ് ചായ വേണം, എനിക്ക് ഒരു കപ്പ് ചായ വേണം. അബ്ഗാ കൂബം മിനശ്ശായ്, അബ്ഗാ കൂബം മിനശ്ശായ്, അബ്ഗാ കൂബം മിനശ്ശായ്, ഐ വാണ്ട് വൺ കപ്പ് ടീ, ഐ വാണ്ട് വൺ കപ്പ് ടീ, എനിക്ക് ഒരു കപ്പ് ചായ വേണം. അതല്ലെങ്കിലോ എനിക്കൊരു കപ്പ് പാല് വേണം എന്ന് പറയാം, എനിക്കൊരു കപ്പ് പാല് വേണം. അബ്ഗാ കൂബം മിനൽ ഹലീബ്, അബ്ഗാ കൂബം മിനൽ ഹലീബ്, അബ്ഗാ കൂബം മിനൽ ഹലീബ്, ഐ വാണ്ട് വൺ കപ്പ് മിൽക്ക്, ഐ വാണ്ട് വൺ കപ്പ് മിൽക്ക്, എനിക്കൊരു കപ്പ് പാല് വേണം. പൊതുവെ അറബി ഭാഷ പഠിക്കൽ എളുപ്പമാണ്, അറബി പഠിക്കൽ എളുപ്പമാണ്. ചിലരെങ്കിലും അറബി ഭാഷ പഠിക്കൽ പ്രയാസമാണ് എന്ന് പറയുന്നവരുണ്ട്. അത്തരക്കാർ ആദ്യം വേണ്ടത് സ്വന്തം മനസ്സിനോട് അറബി പഠിക്കൽ എളുപ്പമാണ്, അറബി പഠിക്കൽ എളുപ്പമാണ് എന്ന് പറയുകയാണ്. നമുക്കിതൊന്ന് അറബിയിൽ തന്നെ പറഞ്ഞു നോക്കാം. മിനസ്സഹ്ലി അൻ തതഅല്ലമൽ അറബിയ്യ, മിനസ്സഹ്ലി അൻ തതഅല്ലമൽ അറബിയ്യ, മിനസ്സഹ്ലി അൻ തതഅല്ലമൽ അറബിയ്യ. ഇറ്റ് ഈസ് ഈസി ടു ലേൺ അറബിക്, ഇറ്റ് ഈസ് ഈസി ടു ലേൺ അറബിക്, അറബി പഠിക്കൽ എളുപ്പമാണ്. മിനസ്സഹ്ലി അൻ തതഅല്ലമൽ അറബിയ്യ. അറബി ഭാഷ മാത്രമല്ല ഇംഗ്ലീഷ് പഠിക്കലും എളുപ്പമാണ്, ഇംഗ്ലീഷ് പഠിക്കലും എളുപ്പമാണ്. ഇതും നമുക്കൊന്ന് അറബിയിൽ തന്നെ പറഞ്ഞു നോക്കാം. വമിനസ്സഹ്ലി അൻ തതഅല്ലമൽ ഇൻഗ്ലീസിയ, വമിനസ്സഹ്ലി അൻ തതഅല്ലമൽ ഇൻഗ്ലീസിയ, വമിനസ്സഹ്ലി അൻ തതഅല്ലമൽ ഇൻഗ്ലീസിയ. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഇംഗ്ലീഷ്, ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് പഠിക്കലും എളുപ്പമാണ്. വമിനസ്സഹ്ലി അൻ തതഅല്ലമൽ ഇൻഗ്ലീസിയ. ഇനി ഒരാൾക്ക് ഫ്രാൻസിൻ്റെ ഫ്രഞ്ച് ഭാഷ പഠിക്കലാണ് ഇഷ്ടം, അതാണ് എളുപ്പമായി തോന്നുന്നത്. അതെങ്ങനെ അറബിയിൽ പറയും? ഫ്രഞ്ച് പഠിക്കലും എളുപ്പമാണ്. വമിനസ്സഹ്ലി അൻ തതഅല്ലമൽ ഫറൻസിയ, വമിനസ്സഹ്ലി അൻ തതഅല്ലമൽ ഫറൻസിയ. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഫ്രഞ്ച്, ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ലേൺ ഫ്രഞ്ച്. ഇതുപോലെ നമുക്ക് മറ്റേതൊരു ഭാഷയും പഠിക്കാൻ എളുപ്പമാണെന്ന് പറയുവാൻ ഈ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അഥവാ അൽ ഫറൻസിയ, അൽ അറബിയ, അൽ ഇൻഗ്ലീസിയ എന്ന് പറയുന്ന സ്ഥാനത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കി പഠിക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഈ പറയപ്പെട്ട ഭാഷകളെല്ലാം പഠിക്കാൻ എളുപ്പമാണെന്ന് അറബി ഭാഷയിൽ നമ്മൾ പറയാൻ പഠിച്ചതുപോലെ ഒരാൾക്കിനി ഈ പറയപ്പെട്ട ഭാഷകളെല്ലാം പഠിക്കാൻ എളുപ്പമല്ല, പ്രയാസമാണ് എന്നാണ് പറയേണ്ടതെങ്കിലോ അറബി ഭാഷയിൽ അപ്പോൾ എന്ത് വ്യത്യാസമാണ് ഇവിടെ വരുത്തേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ മാറ്റം വരുത്തേണ്ടത് ഇത്രമാത്രം: ഫ്രഞ്ച് പഠിക്കൽ പ്രയാസമാണ്. ഇത് അറബിയിൽ വരുമ്പോൾ മിനസ്സാബ്
മിനസ്സാബ്, മിനസ്സഹ്ല് എന്ന സ്ഥാനത്ത് മിനസ്സാബ് എന്നാക്കി കൊടുക്കുക. എങ്ങനെ പറയണം? മിനസ്സാബി അൻ തതഅല്ലമൽ ഫറൻസിയ, മിനസ്സാബി അൻ തതഅല്ലമൽ ഫറൻസിയ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലേൺ ഫ്രഞ്ച്, ഫ്രഞ്ച് പഠിക്കൽ പ്രയാസമാണ്. മിനസ്സാബി അൻ തതഅല്ലമൽ ഫറൻസിയ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലേൺ ഫ്രഞ്ച്. ഇതുപോലെ തന്നെ മറ്റുള്ള ഭാഷകളും നമുക്ക് പറഞ്ഞ് പഠിക്കാവുന്നതാണ്. ഉദാഹരണം, ഇംഗ്ലീഷ് പഠിക്കാൻ പ്രയാസമാണ്. മിനസ്സാബി അൻ തതഅല്ലമൽ ഇൻജിലീസിയ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലേൺ ഇംഗ്ലീഷ്. മലയാളം പഠിക്കാൻ പ്രയാസമാണ്. മിനസ്സാബി അൻ തതഅല്ലമൽ മലൈബാരിയ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലേൺ മലയാളം. ചൈനീസ് പഠിക്കാൻ പ്രയാസമാണ്. മിനസ്സാബി അൻ തതഅല്ലമ സീനിയ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലേൺ ചൈനീസ്. ഇന്നത്തെ ഈ മിക്സ്ഡ് വീഡിയോയും ഉപയോഗപ്പെടുത്താൻ താല്പര്യം കാണിച്ച എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി, സലാം, താങ്ക്സ്.